blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ സാമ്പത്തിക സഹായികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. 2 വ്യക്തികളാണ് ഇന്ന് നമ്മുടെ സാമ്പത്തിക സഹായികൾ. ആദ്യമേ തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് സീതക്കുട്ടി, നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുപമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അവർ പ്രഗ്നൻ്റ് ആണല്ലോ കർത്താവെ, ഒരു നോർമൽ ഡെലിവറിയിലൂടെ കർത്താവെ വളരെ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ അങ്ങ് കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം കൂടുതലാണ്, അതുപോലെ 2 കാലുകൾ വളഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ കർത്താവെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു, അത്ഭുതകരമായി സൗഖ്യത്തോടെ വിടുതലോടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവരുടെ കൈകളിൽ ലഭിക്കട്ടെ കർത്താവെ. മൂത്ത മകൾ അബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, തനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 2ാമത്തെ വ്യക്തി എന്നുള്ളത് ഇടപ്പള്ളിയിൽ നിന്ന് കവിത വിജയലാലാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഷാർജയിൽ തനിക്ക് ലഭിച്ച ആ ജോലി ഓർത്ത് കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്ന കർത്താവെ. തൻ്റെ ഭർത്താവ് സത്യറാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഷാർജയിൽ കർത്താവ് ഒരു ജോലി ലഭിക്കുവാനായി, അവർ കർത്താവ് കുടുംബമായി അവിടെ ജീവിക്കുവാനായി അങ്ങ് വഴികളെ തുറക്കണമേ, വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 2 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് മെയ് 8 മുതൽ 17 വരെയുള്ള 10 ദിവസങ്ങളിലായിട്ട് ഒരു ബൈബിൾ പഠനയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളോടത് പറയുന്നുണ്ട്, സ്ക്രീനിൽ നിങ്ങളത് കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇതുവരെ ഈ 4 രാജ്യങ്ങളിലേക്ക്, ഇസ്രായേൽ, ഈജിപ്റ്റ്, ജോർഡാൻ, അതുപോലെ തന്നെ പാലസ്റ്റീൻ എന്ന് പറയുന്ന 4 രാജ്യങ്ങളിലേക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, നിങ്ങളവിടെ കടന്നു പോകണം എന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രാവശ്യം പോകുവാൻ പദ്ധതിയിടുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ നമുക്ക് ഒരുമിച്ച് പോകുവാൻ സാധിക്കും. ബ്രദർ ഡാമിയനും അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകളാണ് ഞങ്ങൾ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തെക്കുറിച്ചും ഓരോ സംഭവത്തെക്കുറിച്ചും വിശദമായിട്ടുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ബ്രദർ ഡാമിയൻ ഒരു ബൈബിൾ ടീച്ചറാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള വിശകലനം ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെക്കരുത്, കാരണം ചില ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ബുക്കിങ്ങുകൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക, ഉറപ്പാക്കുക. ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ബെഥസ്ത കുളത്തിൻ്റെ അരികിലാണ്. ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പഴയ ബെഥസ്ത കുളത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മേൽ പണിയപ്പെട്ട ചില സ്ട്രക്ചറുകളാണ് ഇവിടെ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് 38 വർഷം രോഗിയായിരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളം കിടപ്പുണ്ട്. അവിടെ പറയുന്നത് അവിടെ 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. എല്ലാവിധ രോഗികളെയും ഇവിടെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. അങ്ങനെ കിടത്തുമ്പോൾ അന്നത്തെ വിശ്വാസമനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഏഞ്ചൽ, ഒരു ദൂതൻ വന്ന് ഇതിലെ വെള്ളം കലക്കും. ആ സമയത്ത് ആദ്യം ആര് എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നുവോ, ആദ്യം ആര് വെള്ളത്തിലിറങ്ങുവോ, ആ വ്യക്തി ആദ്യം സൗഖ്യമാകും. അല്ലാത്തവർ സൗഖ്യമാകാതെ വീണ്ടും കിടക്കും. അങ്ങനെ 38 വർഷം രോഗിയായി കിടന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. യേശു വരുമ്പോൾ ഇത്രയും വർഷം ഒന്ന് ആലോചിച്ച് നോക്കുക, 30 + 8 years ഇവിടെ. പക്ഷേ അയാളുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്, എന്നെങ്കിലും ഞാൻ സൗഖ്യമാകും. അങ്ങനെ ഓരോ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കിയത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ ആം ബിലീവിങ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുകയാണ്. എബ്രായ ലേഖനം 13:8 അനുസരിച്ച് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റം ഇല്ലാത്തവനാകുന്നു.
യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. One of the ways you can function in the image of God is by being positive in our attitudes and our actions. ദൈവത്തിന്റെ സ്വരൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രധാനമായ വഴി എന്നുള്ളത് നമ്മുടെ മനോഭാവത്തിൽ പ്രവൃത്തിയിലും നമ്മൾ ദൈവത്തോട് പോസിറ്റീവ് ആയിരിക്കുക. Shout hallelujah. ഹല്ലേലൂയ. When something happens, suddenly, oh, everything against me. God is against me. Daddy is against me. Mommy is against me. All are against me. അയ്യോ, എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അയ്യോ എൻ്റെ അപ്പൻ എനിക്കെതിരാണ്, അമ്മ എനിക്കെതിരാണ്, എല്ലാവരും എനിക്കെതിരാണല്ലോ. That is Jacob. അത് യാക്കോബാണ്. But Paul says, no. എന്നാൽ പൗലോസ് പറയുന്നു അല്ല, Everything is working for our good. സകലവും എൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. God's fingers are organizing and orchestrating and coordinating everything for our good, but the little brain that we have here, cerebrum, cerebellum, medulla oblongata, this stuff is not able to comprehend the fullness, the perfection of God's plans in our lives. Everything is not revealed at a time. Step by step, He will reveal everything to you. But in your faith eyes, you have to consider and count everything is for your good. ഹല്ലേലൂയ. സകലവും, സകല സാഹചര്യങ്ങളും, സകല വ്യക്തികളെയും ദൈവം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവൻ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, കൂട്ടിയിണക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ തലച്ചോറ് പറയും, നിങ്ങളുടെ സെറിബ്രയും മെഡുല ഒബ്ലാങ്കേറ്റയും പറയും, അയ്യോ ഇതെനിക്ക് എല്ലാം പ്രതികൂലമാണല്ലോ. എന്നാൽ കർത്താവ് താൻ ജ്ഞാനമുള്ളവനായി സകലവും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടിയിണക്കുകയാണ്. I heard this story. ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. Many years back there was a king. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. And he loved hunting. തനിക്ക് നായാട്ട് ഒത്തിരി He ഇഷ്ടമായിരുന്നു. had a soldier. തനിക്ക് ഒരു പടയാളുണ്ടായിരുന്നു. Very faithful, loyal soldier. വിശ്വസ്തനായ കൂറുള്ള ഒരു പടയാളി. One day both of them went hunting. രണ്ടുപേരും നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പോയി. Into the deep forest. വളരെ നിബിഡ വനത്തിലേക്ക്. And only 2 of them, they are hunting animals. ഈ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അവർ മൃഗങ്ങളെ വേട്ടയാടുകയാണ്. കൊണ്ടുവർക്കെങ്കിലും no problem, don't worry, everything is for good. Everything is for good. Now as he was hunting wild animals, ഈ കാട്ടുമൃഗങ്ങളെ അവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ the animal attacked him back. ഈ മൃഗങ്ങൾ തന്നെ തിരിച്ചാക്രമിച്ചു. The king was about to be killed. ഇതാ രാജാവ് ഏകദേശം കൊല്ലപ്പെടാവുന്ന അവസ്ഥയായി. But the soldier, he was a very brave and faithful. He killed the animal and saved the king. എന്നാൽ കൂടെയുള്ള പടയാളി അവൻ വളരെ വിശ്വസ്തനായിരുന്നു, അവൻ ധൈര്യമുള്ളവനായിരുന്നു. ആ മൃഗത്തെ കൊന്ന് രാജാവിനെ രക്ഷിച്ചു. But in the process, the king lost one little finger. എന്നാൽ ഇതിനിടയിൽ രാജാവിന് തന്റെ ചെറുവിരൽ നഷ്ടമായി. He was very angry. രാജാവിന് വളരെ ദേഷ്യം വന്നു. He shouted at the soldier. ആ പടയാളിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, Where is God? എവിടെയാണ് ദൈവം? God did not save me properly. ദൈവം എന്നെ ശരിക്കും രക്ഷിച്ചില്ല. I lost one finger. ഇതാ എൻ്റെ ഒരു വിരൽ എനിക്ക് നഷ്ടമായിരിക്കുന്നു. The soldier said, Master, പടയാളി പറഞ്ഞു, യജമാനെ, King, രാജാവേ, God is good.
ദൈവം നല്ലവനാണ്. God works everything for our good. ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. Don't complain like that. അതുപോലെ പരാതിപ്പെടരുത്. The king was more angry. രാജാവിന് കൂടുതൽ ദേഷ്യം വന്നു. He shouted, "Arevide!" ആരെവിടെ? They came. അവര് വന്നു. He said, "Put this fellow in the dungeon." ഇവനെ കുണ്ടറയിലേക്ക് ഇടുക. കൈ പോയി, വിരല് പോയി, എന്നിട്ടും ദൈവം നല്ലവനാണെന്ന് കൊണ്ടുപോയിട്. He was in the dungeon. അവൻ അതാ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കപ്പെട്ടു. Many months back, after the king again went for hunting. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ രാജാവ് നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പോയി. This time he's alone. ഇദ്ദേഹം ഇപ്രാവശ്യം തന്നെ ഒറ്റയ്ക്കാണ്. Because the soldier is not with him. പഴയ സൈനികൻ കൂടിയില്ല. And as he was hunting, അവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ a group of cannibals came. ഒരു കൂട്ടം നരഭോജികൾ കടന്നു വന്നു. And they caught him. അവർ തന്നെ പിടിച്ചു. These cannibals, they were looking for a sacrifice for their gods. ഈ നരഭോജികൾ അവരുടെ ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കാൻ വേണ്ടി കുരുതി കഴിക്കാൻ വേണ്ടി ആളെ നോക്കുകയായിരുന്നു. And they got the proper sacrifice. നല്ല കുരുതിക്കുള്ള ആളെ തന്നെ കിട്ടി. Well built body. നല്ല ആരോഗ്യമുള്ള ശരീരം. They wanted to offer this man as a sacrifice to their gods and goddesses. അവരുടെ ദേവന്മാർക്കും ദേവതമാർക്കും കുരുതി കഴിക്കുവാനായി ഈ മനുഷ്യനെ അവർ പിടിച്ചിരിക്കുകയാണ്. This is the altar. ഇതാണ് യാഗപീഠം. They are about to cut him as a sacrifice to their gods and goddesses. ദേവന്മാർക്കും ദേവതമാർക്കും കുരുതി കൊടുക്കാനായി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. As they were about to sacrifice, they noticed one thing. The sacrifice is not perfect because there is no finger. One finger is missing. അവർ ഏകദേശം ആ വാൾ കൊണ്ട് വെട്ടാൻ തയ്യാറെടുത്തപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഇതാ ആ യാഗമായി കിടത്തിയിരിക്കുന്ന വ്യക്തിക്ക് ഒരു ചെറുവിരലില്ല. So the tribal head said, No. We cannot sacrifice this man. അപ്പോൾ ഗോത്ര തലവന്മാർ പറഞ്ഞു, അരുത് ഈ വ്യക്തിയെ നമുക്ക് യാഗം അർപ്പിക്കാൻ കഴിയില്ല. Why? Because we can never sacrifice an imperfect thing to our God. നമുക്ക് ഊനമുള്ളൊരു കാര്യത്തെ, അപൂർണമായ ഒന്നിനെ നമ്മുടെ ദേവന്മാർക്ക് അർപ്പിക്കാൻ കഴിയില്ല. He was allowed to go home. അവൻ തിരികെ നാട്ടിലേക്ക് തിരിച്ച് രാജാവിനെ വിട്ടു. The first thing the king did after reaching the palace was, കൊട്ടാരത്തിലേക്ക് മടങ്ങിയതിനു ശേഷം രാജാവ് ചെയ്ത ആദ്യ കാര്യം എന്താണ്? He called that soldier from the dungeon. ആ കുണ്ടറയിൽ നിന്നും ആ പഴയ പടയാളിയെ തിരികെ വിളിച്ചു. And he said, I am very, very sorry. അയ്യോ, ഞാൻ വളരെ സോറി പറയുകയാണ്. This time my life was really in danger. ഈ പ്രാവശ്യം ശരിക്കും എൻ്റെ ജീവൻ അപകടത്തിലായി. But because I was missing this little finger, I was saved. എന്നാൽ ഈ ചെറുവിരൽ എനിക്ക് നഷ്ടമായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. God is good. ദൈവം നല്ലവനാണ്. God is good. ദൈവം നല്ലവനാണ്. God is good. ദൈവം നല്ലവനാണ്. Then the soldier said, സൈനികൻ പറഞ്ഞു, King, I have to say something more. രാജാവ്, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. God was good to me also. ദൈവം എനിക്കും നല്ലവനായിരുന്നു. Because if you had not put me in the dungeon, I would have come with you and I would have become the sacrifice because I have all fingers. ഞാൻ നീ എന്നെ ജയിലിൽ ഇട്ടത് കൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ വേട്ടയാടാൻ വേണ്ടി വന്നില്ല. ഞാൻ അങ്ങയുടെ കൂടെ വേട്ടയാടാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് നല്ല വിരലുകളൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ പിടിച്ച് അവർ കുരുതി കഴിച്ചാനെ. Shout hallelujah. ഉറക്കെ ഹല്ലേലൂയ. Give one more clap offering to the Lord. ഒരിക്കൽ കൂടെ കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Say hallelujah. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായി ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നിങ്ങളുടെ മുൻപിലെത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഓരോ ദിവസവും സാമ്പത്തിക സഹായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെയായിട്ട് നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതോടൊപ്പം തന്നെ മറ്റു പല പ്രവർത്തനങ്ങളും ബ്ലെസ്സിംഗ് ടുഡേയുടെ കൂട്ടത്തിൽ അതിനോടൊപ്പം അതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ പങ്കാളികളായി തീരുവാനായിട്ട് ചില പാർട്ട്നേഴ്സിനെ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് 0484222133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയച്ചാൽ മാത്രം മതി. നമ്മുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങായി തീരുവാൻ, ഒരു ചെറിയ രീതിയിലോ വലിയ രീതിയിലോ കൈത്താങ്ങായി തീരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് മിസ് കോൾ ചെയ്താലും. 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായം Verses 8, 9, 10. അതിന്റെ 8ഉം 9ഉം വചനങ്ങൾ. We are hard pressed on every side, but not crushed. Perplexed, but not in despair.
ഞങ്ങൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്, Aha. എങ്കിലും തകർന്നു പോകുന്നില്ല. ആശങ്കാകുലരെങ്കിലും നിരാശപ്പെടുന്നില്ല. Now he says we always carry around in our body the death of Jesus so that the life of Jesus may also be revealed in your body. പിന്നീട് പൗലോസ് പറയുകയാണ്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരങ്ങളിൽ വഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Sometimes we smell death around us, but we are not dying because the life of Jesus is flowing through us. പലപ്പോഴും മരണനിഴലുകൾ നമ്മുടെ മേൽ വന്നാലും നമ്മൾ മരിച്ചു പോകുന്നില്ല, കാരണം യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. 2 Corinthians chapter 6 verse number 4. 2 കൊരിന്ത്യർ 6-4 വചനം. We will go all the way down till verse number 10. നമ്മൾ 10 വചനം വരെ വായിക്കും. Rather, as servants of God, we commend ourselves in every way, in great endurance, in troubles, in hardships and distresses. ഞങ്ങൾ എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് മഹാസഹിഷ്ണുതയിലൂടെ ഞങ്ങളെ തന്നെ കാണിക്കുന്നു. കഷ്ടതകൾ, വൈഷമ്യങ്ങൾ, ദുരിതങ്ങൾ. കഷ്ടതകൾ, വൈഷമ്യങ്ങൾ, ദുരിതങ്ങൾ ആരുടെയെങ്കിലും ലിസ്റ്റിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം, യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ യഥാർത്ഥമായ പാതയിൽ തന്നെയാണ്. The greatest apostle ever, the greatest Christian ever, he is testifying. He is actually giving us a long list of negative things he had in his life. മഹാ അപ്പോസ്തലനായ, ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, താൻ കടന്നുപോയ കഷ്ടതകളെ, വൈഷമ്യങ്ങളെ കുറിച്ച് ഒരു നീണ്ട നിര തന്നെ താൻ പറയുകയാണ്. Verse number 5, in beatings, imprisonments, riots, hard work, sleepless nights, hunger, purity, understanding, patience, kindness, in the Holy Spirit, and in sincere love, in truthful speech, and in the power of God, with weapons of righteousness in the right hand and in the left, though glory, through glory and dishonor. Bad report, good report, genuine, yet regarded as impostors, known, yet regarded as unknown, dying, yet we live on, beaten and yet not killed, sorrowful yet always rejoicing, poor yet making many rich, having nothing and yet possessing everything. 5 വചനം മുതൽ തല്ല്, തടങ്കൽ, കലഹം, തല്ലുകൊള്ളാറുണ്ടോ? ആർക്കെങ്കിലും തടവിലാകാറുണ്ടോ? വായിക്കേ. അധ്വാനം, ഉറക്കിളപ്പ്. ചിലര് പറയുന്നു, ബ്രദറെ ആകെ 3 മണിക്കൂർ 4 മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നേ. കൂട്ടുകാരുണ്ട്, പേടിക്കണ്ട, ഒറ്റയ്ക്കല്ല. വായിക്കേ. പട്ടിണിയുള്ള ആരെങ്കിലും ഉണ്ടോ? കൂട്ടുകാരുണ്ട്. എന്നിവയിലും നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ എന്നിവയിലും പരിശുദ്ധാത്മാവിലും ആത്മാർത്ഥ സ്നേഹത്തിലും, ഇതൊക്കെ ചെയ്തിട്ടും, നിഷ്കളങ്കതയിലെല്ലാം ചെയ്തിട്ടും, ന്യായത്തിൽ ജീവിച്ചിട്ടും, സത്യഭാഷണത്തിലും ദൈവശക്തിയിലും തന്നെ ഞങ്ങൾ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് മാനാപമാനങ്ങളിലൂടെയും ചില സമയത്ത് നല്ലത് പറയും, ചിലര് ചീത്ത മാത്രമേ പറയൂ. വായിക്കാം. ദുഷ്കീർത്തി സൽകീർത്തികളിലൂടെയും കടന്നു പോകുന്നു. പരമാർത്ഥികളെങ്കിലും വഞ്ചകരായും അറിയപ്പെടുന്നവരെങ്കിലും അറിയപ്പെടാത്തവരായും കരുതപ്പെടുന്നു. ഞങ്ങൾ മരിക്കുന്നുവെങ്കിലും ജീവിക്കുന്നു, അടികൊള്ളുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നില്ല. ഹലോ, തല്ലൊക്കെ ഒത്തിരി കൊള്ളുന്നുണ്ട്, പക്ഷേ കൊല്ലപ്പെടുന്നില്ല. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം ഉള്ളവർ തന്നെ. കൈകൾ ഉയർത്തി പറയാം, എനിക്ക് ഒന്നുമില്ലേലും. ഉറക്കെ പറ, എല്ലാം ഉണ്ട്. ഒന്നുകൂടെ, ഒന്നുമില്ലേലും എല്ലാം ഉണ്ട്. ഒന്നുകൂടെ, എനിക്ക് ഒന്നുമില്ലേലും എല്ലാം ഉണ്ട്. How? Because the God who has everything is my Father. കാരണം സകലവുമുള്ള ദൈവം എൻ്റെ പിതാവാകുന്നു. Hallelujah. Hallelujah. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ബാംഗ്ലൂർ ഡെലിവറൻസ് ക്ലിനിക് 2017. ഫെബ്രുവരി 21-22.
സമയം രാവിലെ 10 മുതൽ 4:30 വരെ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് സെന്റർ, വിശ്രാന്തി നിലയം, CSI വിമൻസ് ഹൗസ്, ഇൻഫാൻട്രി റോഡ്, ഹിന്ദു ന്യൂസ് പേപ്പറിന് എതിർവശം. ബ്ലെസ്സിംഗ് ടുഡേ ടീം ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 070-220-12173. എൻ്റെ പേര് മേരിക്കുട്ടി എന്നാണ്. 2 സാക്ഷ്യങ്ങളാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഒരു മാസത്തിന് മുൻപായിട്ട് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡനായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം മൂടിപ്പോകുന്ന രീതിയിൽ ഒരു ഇരുട്ട് പോലെ തനിക്കൊന്നും വായിക്കാൻ പറ്റാതെയായി. പക്ഷേ തുടർന്നുള്ള നാളുകളിൽ പുറമേയുള്ള കാര്യങ്ങൾ കാണുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കുന്നതിനോ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്നും വായിക്കാൻ സാധിക്കുകയില്ല. പുസ്തകമോ ബൈബിളോ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശുവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്. ബൈബിൾ വായിക്കാനെടുക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കാനെടുക്കുമ്പോൾ ഒരു മൂടൽ പോലെ വന്നിട്ട് ഒന്നും ലെറ്റേഴ്സ് കാണാനേ പറ്റത്തില്ല. ഇങ്ങനെ താൻ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് TV പ്രോഗ്രാം ഇങ്ങനെ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബ്രദർ ഡാമിയൻ ഇപ്രകാരം പറഞ്ഞു, ഇതുപോലെ കണ്ണിന് കാഴ്ചശക്തിക്ക് പ്രശ്നങ്ങളുള്ളവരെ കർത്താവ് സൗഖ്യമാക്കിയാണെന്ന് പറഞ്ഞു. അമ്മ അത് വിശ്വസിച്ചു. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തു. സംഭവിച്ചത്, അതിനുശേഷം താൻ വായിക്കുവാൻ വേണ്ടി എടുത്തപ്പോൾ തനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ലെറ്റേഴ്സും കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരിക്കൽ പോലും ആ മൂടലിൻ്റെ അവസ്ഥ വന്നിട്ടില്ല. വ്യക്തമായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? അമ്മ പറഞ്ഞ ശരിയാണോ? വ്യക്തമായി ശരിയാണ്. ഇപ്പം നന്നായി കാണാം. എല്ലാം കാണാം. ഇവിടെയുള്ളതെല്ലാം കാണുന്നുണ്ട്. അടുത്തൊരു സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം കൂടെയുള്ളത്, അമ്മയ്ക്ക് ഏകദേശം 10-12 വർഷത്തോളമായിട്ട് കൊളസ്ട്രോൾ വളരെ ഹൈ ആയിരുന്നു. താൻ പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. അതിന് 7 വർഷത്തോളം അതിന് ചികിത്സയൊക്കെ ചെയ്തതാണ്. എന്നാൽ ഇത് മാറുന്നില്ലായിരുന്നു. എന്നാൽ താൻ പോലും അറിയാതെ കർത്താവ് തന്നെ സൗഖ്യമാക്കി. കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് അതിൻ്റെ ലെവൽ നോർമലിൽ നിൽക്കുകയാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? അമ്മച്ചി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ അമ്മച്ചി അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുത്ത് കർത്താവെ, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ നീ കൈപിടിച്ച് ഈ മകളെ നടത്തിയല്ലോ കർത്താവെ. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ഇപ്പോൾ കർത്താവെ, നീ കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി. ഇതുപോലെ പ്രായമേറിയ പലരും കർത്താവെ ഇത്തരം രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഈ സാക്ഷ്യം അത്തരത്തിലുള്ള ഒത്തിരി പേർക്ക് ഒരു വിടുതലായി തീരട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അത്തരം പ്രായമേറിയ ചിലരുടെ അസുഖങ്ങൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് പരീക്ഷാകാലമാണ്. പരീക്ഷാകാലം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരുടെ പരീക്ഷയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷാകാലമാണ്. കഴിഞ്ഞ ഏതാണ്ട് 9 മാസത്തോളമായി നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം തന്നെ അത് അസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കണക്കുകൂട്ടുന്ന മാസങ്ങളാണ് ഈ മാസം. ഈ മാസങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വല്ലാത്ത അസുഖങ്ങൾ വരുന്നതും ഭയമുണ്ടാകുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ പല വിദ്യാർത്ഥികൾക്കും ടൈം ടേബിൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്ന അതേ കാര്യം ബ്ലെസ്സിംഗ് ടുഡേ ഈ വർഷവും ചെയ്തു. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ടൈം ടേബിൾ ദയവായി ബ്ലെസ്സിംഗ് ടുഡേയുടെ അഡ്രസ്സിലേക്ക് അയക്കുക. നമ്മുടെ പ്രെയർ വാരിയേഴ്സ്, നമ്മുടെ പ്രാർത്ഥനാ പടയാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതത് ദിവസങ്ങളിൽ, പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ പേര്, മറ്റ് ഡീറ്റെയിൽസ് ഉള്ള ആ ടൈം ടേബിൾ അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക. Brother Damien, ministering in USA. Renew, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഈ സമയത്ത് വിശ്വാസത്തോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, പ്രാർത്ഥിക്കുമ്പോൾ ഒരു അണുവിട വ്യത്യാസം പോലുമില്ലാതെ വിശ്വസിക്കാൻ തുടങ്ങിയാലും, കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി
ഇന്ന് അസാധ്യമെന്ന് കരുതുന്ന കാര്യത്തെ സാധ്യമാക്കി തീർക്കാൻ പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കർത്താവെ, നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില രോഗികൾ ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടിലുകളിലുള്ള നീര് ഈ സമയത്ത് വറ്റട്ടെ, ആ ഭാഗത്ത് സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ സന്ധികൾക്കകത്ത് ചില പ്രത്യേക ദ്രാവകം, ചില ഫ്ലൂയിഡുകളില്ല എന്ന് പറയുന്ന ചില രോഗങ്ങൾ, കർത്താവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. മജ്ജയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില സ്കിൻ ഡിസീസുകൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു. ത്വക്ക് രോഗങ്ങൾ കർത്താവിത സൗഖ്യമാക്കുകയാണ്. ചിലർക്ക് രോമങ്ങൾ, ശരീരത്തിൽ രോമം ഉണ്ടാകാത്ത വിധത്തിലുള്ള ചില ത്വക്ക് രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളപ്പാണ്ടിൻ്റെ അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങനെ അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ മൂക്കിനകത്ത് ശ്വാസം എടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നം അനുഭവിക്കുന്നു. ഒരുപക്ഷെ മൂക്കിൽ ദശ വളരുന്നതോ മറ്റേതെങ്കിലും അസുഖമാകാം. ഇപ്പോൾ തന്നെ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കഴിഞ്ഞതിനായി നന്ദി, വിടുവിച്ചു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു കർത്താവെ. കാർഡിയാക് പ്രോബ്ലം യേശുവിൻ നാമത്തിൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ചില ബ്ലോക്കുകൾ ഈ സമയത്ത് മാറി ആ ഹൃദയത്തിനകത്ത് പരിപൂർണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഇപ്പോൾ കൈകൾ സ്ക്രീനിലേക്ക് നീട്ടാമോ? കർത്താവെ, ഇപ്പോൾ തന്നെ വിടുവിച്ചതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി നന്ദി. അങ്ങയുടെ മഹത്വത്തിൻ്റെ കൈകൾ നീട്ടി ഇവരെ വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിലും അടുത്ത ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം ഇതേ ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് പരിചയമുള്ളവരോട്, പ്രത്യേകിച്ച് ആവശ്യങ്ങളിലിരിക്കുന്നവരോട്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക, കാണുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുക. നിശ്ചയമായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലുണ്ടാകട്ടെ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.